സിംഹത്തിനെ നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. നന്നായിട്ട് മടുത്തു. ഇതാണ് ഇഷ്ടപ്പെടാതെ. It's in my chest, got me feeling some kind of way. I confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody. Hello, welcome back to my channel. സോ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. വി ആർ ഗോയിങ് ഫോർ ആഫ്രിക്കൻ ലൈൻ സഫാരി. ഞങ്ങൾ പോയപ്പം ഹൈവേ എടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ കൺട്രി സൈഡിലൂടെയാണ് പോയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ കുറേ സംഭവങ്ങളുണ്ടായിരിക്കും, കുറേ ഫീൽസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ബിൽഡിംഗ് മാത്രമായിട്ടല്ലാണ്ട് പ്ലെയിൻ ഏരിയ, അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വീടുകൾ കാണാം, അതും നല്ല നല്ല വീടുകൾ. സോ ഇതിലൂടെ പോകുമ്പോൾ ഉള്ള ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലെ ബെസ്റ്റ് ഹൗസ് കണ്ടുപിടിക്കുക എന്നാണ്. ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ ഗെയിം ഫോർ us. ഈച്ച് ഓഫ് us get to pick the house that we want. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആഫ്രിക്കൻ ലൈൻ സഫാരി എത്തി. ടുഡേ വാസ് വിക്ടോറിയ ഡേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവധിയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെയും. സഫാരിക്ക് പോകുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഐതർ ഇവിടുത്തെ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ സ്വന്തം വണ്ടിയിൽ വേണമെങ്കിലും പോകാം. അപ്പോൾ ഞങ്ങൾ കാറിൽ തന്നെ പോകാനാണ് തീരുമാനിച്ചത്. കയറുന്നതിന് മുമ്പേ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ കാറിന് പോകാം, പക്ഷെ സൂക്ഷിക്കണം, വിൻഡോസ് ഷുഡ് ബി ക്ലോസ്ഡ് ഓൾവേസ് ആൻഡ് യു ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ ദേ ആർ നോട്ട് റെസ്പോൺസിബിൾ. ഇത്രയും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ആനിമൽസിനെ ഒന്നും കേജിലല്ല ഇട്ടിരിക്കുന്നത്. കയറിയത് എവിടുന്നാ? ചില സ്ഥലങ്ങളിൽ മാത്രം ഫെൻസ് ഉണ്ട്, അതല്ലാത്ത ബാക്കി ഫുൾ ഏരിയ ഓപ്പൺ സ്പേസ് ആണ് വേർ ആനിമൽസ് വാണ്ടഡ് അറൗണ്ട്. ഭയങ്കര തിരക്കാണ്, നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പം അതിൻ്റെ അടുത്തേക്ക് എത്തും. ഉറങ്ങുവാണെന്ന് തോന്നുന്നല്ലോ. ഇതിനകത്തുണ്ട് 2 പേര്. വൈറ്റ് ലൈനാണ്, അത് റോഡ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇതാണ്ടി ക്രോസ് ചെയ്തു. ഇത്ര വണ്ടി എൻ്റെ അടുത്തേക്ക് ചെല്ലുന്നേ. ഓ, ഇതാണ് വൈറ്റ് ലൈൻ. ഇതാണ് ഇഷ്ടപ്പെടാതെ. 2 വഴിയുണ്ട്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഒട്ടകപ്പക്ഷി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഇപ്പൊ ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ. For those who don't know, സുജിത് ഭക്തൻ്റെ ഒരു വലിയ ഫാനാണ് ആൽബി. ഒരു വീഡിയോ പോലും വിടാതെ എല്ലാം കാണാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോനാണ് ഈ ഋഷി എന്ന് പറയുന്നത്. അവൻ ഇങ്ങനെ എല്ലാ ആനിമൽസിനെ കണ്ടാലും തൊടണം, ഫീഡ് ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. It's been around 10 minutes. ഞങ്ങളിപ്പോഴും ജിറാഫിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ്. ഞങ്ങളും മെല്ലെ കയറിപ്പോയാലെന്ന് വിചാരിക്കണം. കുറേ നേരമായി. കയറിപ്പോകുന്നുണ്ടോ? ഇത്ര എത്തിയോണ്ട് ഞങ്ങൾ കയറിപ്പോകുന്നില്ല. ഫൈനലി ഞങ്ങൾ വണ്ടികളെല്ലാം സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് വെരി സ്ലോ. ക്യൂ ഒന്നും തീരില്ല, അത്രയ്ക്കുണ്ട്. വരണമെന്നാണ് പോണെന്നാണോ കളിച്ചത്? ഓടി ഒന്നൊരൊറ്റ കുത്തുകുത്തിയാൽ ഇവിടെ കിട്ടും. നമ്മളെ പിന്നാമ്പരം കാണിച്ചു. റോഡ് ക്രോസ് ചെയ്യാനുള്ള പ്ലാനാണോ? അപ്പോൾ അവർ ഇത്ര നേരം വെയിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യാൻ. ഇനിയുണ്ട്, ഇതിനകത്ത് ഉള്ളിലാണോ എല്ലാവരും കൂടി സ്റ്റേ ചെയ്യുന്നത്? It's kangaroos. No room to rest. My heart's dancing. It's a love conquest. Oh, the melody.
smooth and sweet. ഇതൊരു വേറൊരു തരം ചിരി, ശരിയല്ല. മാന് പോലെ, കൊമ്പില്ലാത്ത മാന് പോലെ ഉണ്ട്. പുള്ളിക്കാരി ഈച്ച കൊടുത്തതാണ്. My heartbeat, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just ഓ ഫൈനലി നമ്മുടെ കാറിന് മുമ്പിൽ ഒരു ജീവി വന്ന് നിൽക്കുന്നു. ഇവിടെ ഫോണൊന്ന് പോകാം. lost in the sound, my worries fade. Every note Okay, so we'll eat something. അത് കഴിഞ്ഞ് play with each beat of the drum. My spirit's unchained in the symphony of love. I am unafraid, yeah, it's pumping so loud. It's the rhythm of love, baby, that I found when the music plays. I just can't help but swear. നല്ല വെയിലാണ്, പൊരിഞ്ഞു പോയിരിക്കുന്നു. ആരും നല്ല ഞങ്ങൾക്ക് തൊപ്പയെങ്കിൽ വണ്ടിയിലിരുന്ന് പോയി കാണുന്നതല്ലാണ്ട് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിലൂടെ പോയിട്ട് കാണാനും വേറെ കുറച്ച് ആനിമൽസ് ഉണ്ടായിരുന്നു. ഇതല്ലാണ്ട് 3 സെറ്റ് പ്രസന്റേഷൻസും ഉണ്ട്. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ടൈം വെച്ച് ഞങ്ങൾ ഒരു പ്രസന്റേഷന് കയറാൻ വേണ്ടി ഇരുന്നതാണ്. ഭയങ്കര വെയിലായിരുന്നു. ഇത്രയും വെയിലത്തിരുന്ന് പ്രസന്റേഷൻ കാണാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പം ഞങ്ങൾ ഇറങ്ങി വന്നു മേലെ. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഐസ്ക്രീം ബ്രേക്ക് എടുത്തു. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഐസ്ക്രീം സ്കൂപ്പ് ഭയങ്കര വലുതാണ്. ഞാൻ ആ കപ്പിലെടുത്തിരിക്കുന്ന ഒരു സ്കൂപ്പ്, പക്ഷെ അത് കുറേ ഉണ്ട്. ആക്ച്വലി എനിക്കത് കഴിച്ചെടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഓ, ഇറ്റ് വാസ് എ ബിഗ് റിലീഫ് വാക്കിംഗ് ത്രൂ ദാറ്റ്. ഇത് കണ്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ട് റൈഡിന് പോകാൻ വേണ്ടി നിന്നു. ആക്ച്വലി ആ കാണുന്നത് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഒത്തിരി പേരുണ്ട് ക്യൂവിൽ, പക്ഷേ അത്യാവശ്യം സ്പീഡിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 ബോട്ടെങ്കിലും ഉണ്ടെന്ന് തോന്നും, മാറി മാറി ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഒരു ഗൈഡ് ഉണ്ടായിരുന്നു ബോട്ടിൽ. പുള്ളിക്കാരി അവിടെ കാണാൻ പറ്റുന്ന ആനിമൽസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കും. നല്ല രസമായിരുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, അവിടെ ജോലി ചെയ്യുന്നവരല്ലാണ്ട് അവിടെ കനേഡിയൻസ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നി. നാട്ടിൽ ഒരു സ്ഥലത്ത് ട്രിപ്പ് പോയി അതേ ഫീൽ ആയിരുന്നു. നല്ല വെയിലായിരുന്നു. ഞാൻ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ചൂടും വെയിലും ഒക്കെ കൊള്ളുന്നത്. ഇന്ന് 27 ഡിഗ്രീസ് ആയിരുന്നു. സോ ഫൈനലി ഞങ്ങൾ മടുത്തു. ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നായിരുന്നു, പക്ഷെ അത് വെയിലത്തിരുന്ന് ചൂടുവെള്ളമായി മാറി. സോ വി ആർ ഗോയിങ് ടു ഡ്രിങ്ക് സംതിങ്. വെരി thirsty. Thank you. every note, every chord. ഓഫ്, നല്ല ക്യൂ ഉണ്ട് ഇവിടെ. നല്ല റിഫ്രഷിംഗ് ആയിട്ടുണ്ട്. ഇത് കുടിച്ചു നോക്കുക, എന്നിട്ട് താ. തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. 6:30 and we are back. ഇത്രയും ചൂടത്ത് തണുപ്പ് കുടിച്ചിട്ടായിരിക്കണം ജലദോഷമായി ഭയങ്കരമായിട്ട്. Thank you so much for watching our videos, and until next time, bye bye.